കേരളത്തിൽ ഭരണം പോയി. അദ്ദേഹം ഒറ്റയ്ക്ക് നയിച്ച ഭരണമാണ്. വേറൊരാളിൻ്റെ ഫോട്ടോ ആവട്ടെ പരിപാടിയാവട്ടെ ഒറ്റയ്ക്കാണ് നയിച്ചത്. ഞാൻ എൻ്റെ ഭരണത്തിനുള്ള നേട്ടത്തിന് വോട്ട് തരൂ എന്ന് ഒറ്റയ്ക്കാണ് ചോദിച്ചത്. കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ വന്നിട്ടുള്ള വിള്ളലുകളും വോട്ട് കുറവും ഉള്ളത് കൊണ്ടും പിണറായി വിജയൻ രാജിവെക്കണം. പ്രതിപക്ഷ നേതാവായി ഒരു കാരണവശാലും ആരിയിരിക്കരുത് പിണറായി വിജയൻ. അതിനുള്ള യോഗ്യത ഇല്ല എന്ന് ജനത്തിൻ്റെ VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പ് ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. ഇത് പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള ഒരു എതിർപ്പുമല്ല, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തോറ്റുപോയതുകൊണ്ട്. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കനത്ത തിരിച്ചടിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ചുവന്ന കോട്ടകൾ വരെ UDF കൈയടക്കിയ സാഹചര്യം. CPM-ൻ്റെ ഈ തിരിച്ചടിക്ക് കാരണമായത് എന്താണ്? ധാർമ്മിക ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ V. സുഭാഷ് ചന്ദ്രബോസ്. CPM-ന് കനത്ത തിരിച്ചടിയാണ്, നാണംകെട്ട തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരും തന്നെ ഏറ്റെടുക്കാൻ നിലവിൽ തയ്യാറായിട്ടില്ല. ഫ്ലക്സുകൾ ഉൾപ്പെടെ പിണറായിയെ മുൻനിർത്തിയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം പൂർണ്ണമായും CPM നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാർമ്മിക ഉത്തരവാദിത്വം പിണറായി ഏറ്റെടുക്കേണ്ട എന്നുള്ള ചോദ്യമാണ്. കൃത്യമാണ്, വളരെ കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ രാജിവെക്കണം. 2 കാരണങ്ങൾ കൊണ്ട് രാജിവെക്കണം. 3 കാരണങ്ങൾ കൊണ്ട് രാജിവെക്കണം. 1, കേരളത്തിൽ ഭരണം പോയി. അദ്ദേഹം ഒറ്റയ്ക്ക് നയിച്ച ഭരണമാണ്. വേറൊരാളിൻ്റെ ഫോട്ടോ ആവട്ടെ പരിപാടിയാവട്ടെ ഒറ്റയ്ക്കാണ് നയിച്ചത്. ഞാൻ എൻ്റെ ഭരണത്തിനുള്ള നേട്ടത്തിന് വോട്ട് തരൂ എന്ന് ഒറ്റയ്ക്കാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കണം. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, കണ്ണൂരിലെ 8-10 മണ്ഡലങ്ങളിൽ, കണ്ണൂരിലെ 8-10 മണ്ഡലം, കല്യാശ്ശേരിയല്ല, മറ്റേ ഇയാൾ ജയിച്ചില്ല, സന്ദീപ് വാര്യർ ജയിച്ച തൃക്കരിപ്പൂർ, ഉദുമ, പിന്നെ തളിപ്പറമ്പ്, പയ്യന്നൂർ, പിന്നെ അതിൽ മട്ടന്നൂരിലും വളരെ കുറഞ്ഞ വോട്ടിനാണ് അപ്പോൾ അടുത്ത ആൾ ജയിച്ചിരിക്കുന്നത്, കൂത്തുപറമ്പ്. ഈ മണ്ഡലങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ വന്നിട്ടുള്ള വിള്ളലുകളും വോട്ട് കുറവും ഉള്ളത് കൊണ്ടും പിണറായി വിജയൻ രാജിവെക്കണം. 3-ാമത്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ, അത് വേണേൽ 1-ാമത് പറയാം, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ആദ്യത്തെ 6 റൗണ്ട് എണ്ണിയപ്പോഴും അദ്ദേഹം പിറകിലോട്ട് പോയി എന്നുള്ള കാര്യവും വച്ചുകൊണ്ടും 50,000-ൽ നിന്ന് 10,000-ലേക്ക് വന്നു എന്നുള്ള, 20,000-ലേക്ക് വന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ടും പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കേണ്ടതാണ്. ഇതിന് ധാർമ്മിക ഉത്തരവാദിത്തം എടുത്ത് രാജിവെക്കണം. അതോടൊപ്പം കൂടെ കയറി രാജിവെക്കേണ്ട ആളാണ് MV ഗോവിന്ദൻ. അദ്ദേഹം മാറിക്കണം. അത് പിന്നെ പാർട്ടിയുടെ പരിപാടിയാണ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ രാജിവെക്കേണ്ടതാണ്. ഇതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞു തരാം. കഴിഞ്ഞ പ്രാവശ്യം 40 സീറ്റായി പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്തു? രമേശ് ചെന്നിത്തല മാറിയിട്ടല്ലേ ആര് വന്നത്? വീട് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ കിടപ്പുണ്ട്. അത് പ്രതിപക്ഷത്തിന് ആയിരിക്കാം, പക്ഷേ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ചരിത്രം കിടപ്പുണ്ട്. പിന്നെ VD സതീശൻ പറഞ്ഞു 100 സീറ്റ് പിടിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു. 102 സീറ്റ് പിടിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ധാർമ്മികമായ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ എന്ത് ചെയ്യണം? MLA സ്ഥാനം രാജിവെക്കണം. അതേ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, അങ്ങനെ പാർട്ടിയെ നയിക്കാം. MLA സ്ഥാനം രാജിവെക്കണം. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവായി ഒരു കാരണവശാലും ആരിയിരിക്കരുത് പിണറായി വിജയൻ. അതിനുള്ള യോഗ്യത ഇല്ല എന്ന് ജനത്തിൻ്റെ പിന്നെ സാങ്കേതികമായി ഞങ്ങൾക്ക് 35 സീറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കാം. ഞാൻ അവിടെ 20,000 വോട്ടിന് ജയിച്ചു എന്ന് പറയും. അത് പ്യുവർലി ടെക്നിക്കലാണ്. രാഷ്ട്രീയത്തിൽ ടെക്നിക്കൽ പോരാ. സദാചാരവും പിന്നെ തത്വാധിഷ്ഠിതവും ആദർശവും ഒക്കെ ഉള്ള ഇടമാണ് രാഷ്ട്രീയം, പ്രത്യേകിച്ച് CPM ഇടതുപക്ഷ രാഷ്ട്രീയം. അതുകൊണ്ട് നിർബന്ധമായും പിണറായി വിജയന് നമ്മൾ VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പ് ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. ഇത് പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള ഒരു എതിർപ്പുമല്ല, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തോറ്റുപോയതുകൊണ്ട്, അദ്ദേഹം പരീക്ഷയിൽ തോറ്റുപോയതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. അടുത്ത ക്ലാസ്സിലേക്ക് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യരുത്. MLA ക്ലാസ്സിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യരുത്. അദ്ദേഹം അത് ഏറ്റെടുക്കരുത്. അദ്ദേഹം ഏറ്റെടുത്തിട്ട് ബാലഗോപാലിന് ഉപപ്രതിപക്ഷ നേതാവൊക്കെ ആക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതൊന്നും ചെയ്യരുത്. അദ്ദേഹം സ്വസ്ഥമായി ഗൃഹഭരണം, പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിൽ കുറച്ച് പാർട്ടിക്ക് ചില അഡ്വൈസൊക്കെ കൊടുത്ത് ഫിനാൻസൊക്കെ അഡ്വൈസ് ചെയ്ത് അദ്ദേഹം നിൽക്കട്ടെ. എന്തായാലും അദ്ദേഹം രാജിവെക്കണം. ഈ MLA സ്ഥാനത്ത് തന്നെ അദ്ദേഹം തുടർന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി അണികൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള അമർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് CPM-ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അകത്ത് അടി നടക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് പോലെ എന്നുള്ള, കോൺഗ്രസ് തോറ്റാൽ അവർ 4 വഴിക്ക് അങ്ങ് പോകും. BJP തോറ്റല്ലോ. പക്ഷേ CPM അങ്ങനെയല്ല. ഇനിയിപ്പോൾ നമുക്ക് കാണാം, ബ്രാഞ്ച് സമ്മേളനം, ജില്ലാ സമ്മേളനം, ഏരിയ സമ്മേളനം ഒക്കെ വരെ നമുക്ക് കാണാം.
വലിയ അടി അതിനകത്ത് നടക്കാൻ സാധ്യതയുണ്ട്. പിണറായി വിജയൻ രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സേഫ് സൈഡ്. രാജിവെക്കാതിരുന്നാൽ ഉള്ള വിമർശനങ്ങൾ കൊച്ചു ബ്രാഞ്ചിലെ പിള്ളേർ വരെ എന്ത് ചെയ്യും, എടുത്തിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ നമ്മൾ കണ്ടതാണ്, തിരുവനന്തപുരത്ത് കരമനഹരിയൊക്കെ കിടന്ന് അടിച്ചത്. വലിയ വിമർശനമായിരിക്കും ഓരോ സമ്മേളനത്തിനും. സമ്മേളനം നടത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ സമ്മേളനത്തിന് കിട്ടുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ ആരോഗ്യപരമായും നല്ലതാണ്, താത്വികമായും നല്ലതാണ്, രാഷ്ട്രീയപരമായും നല്ലതാണ്. അല്ലെങ്കിൽ CPM-ലെ പിള്ളേർ വിടത്തില്ല. എന്തായാലും ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് നമ്മളോട് വ്യക്തമാക്കുന്നത് MLA സ്ഥാനം ഉൾപ്പെടെ പിണറായി വിജയൻ രാജിവെക്കണം, അല്ലെങ്കിൽ അണികൾക്കിടയിൽ തന്നെ അത് വലിയ തമ്മിൽ തല്ല് ഉണ്ടാക്കും എന്നുള്ളതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.